66കാരനായ മേജർ രവി 1999 മുതൽ ഇന്ത്യൻ സിനിമയുടെ ഭാഗമാണ്. സംവിധായകൻ, തിരക്കഥാകൃത്ത്, നടൻ എന്ന രീതിയിലെല്ലാം കഴിവ് തെളിയിച്ച മേജർ രവി റിട്ടയർഡ് ഇന്ത്യൻ ആർമി ഓഫീസർ കൂടിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 1975 തൻ്റെ 17ാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്ന രവി ആർമി കേഡറ്റ് കോളേജിൽ ചേർന്ന് പഠിക്കുകയും ബിരുദം നേടുകയും ചെയ്തിരുന്നു. ശേഷം 1984 അദ്ദേഹം സൈന്യത്തിൽ ആർമി ഓഫീസറായി നിയമിതനായി. 1988 NSG കമാൻഡോ ഓഫീസറായി സ്ഥാനക്കയറ്റം നേടി. പഞ്ചാബ്, കാശ്മീർ സംസ്ഥാനങ്ങളിൽ ഭീകരവാദത്തിനെതിരായി മികച്ച രീതിയിൽ സൈനിക മുന്നേറ്റം നടത്തിയതിന് 1991-92 വർഷങ്ങളിൽ മേജർ രവിക്ക് രാഷ്ട്രപതിയുടെ ഗോൾഡ് മെഡൽ ലഭിച്ചിരുന്നു. 1991 പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികളെ പിടിക്കുന്നതിനായി രൂപീകരിച്ച മിഷനിൽ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 21 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം 1996 സൈന്യത്തിൽ നിന്ന് VRS എടുത്ത് മേജറായി വിരമിക്കുകയായിരുന്നു. സിനിമകൾക്ക് വേണ്ടി സൈനിക സംബന്ധമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തന മേഖലയിലേക്ക് പ്രവേശിച്ച മേജർ രവി പിന്നീട് പ്രിയദർശൻ, രാജ്കുമാർ, സന്തോഷി, കമലഹാസൻ, മണിരത്നം തുടങ്ങിയവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി അഭിനയിച്ച് 1999 റിലീസായ മേഘം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്ത് രവി എത്തുന്നത്. 20ഓളം സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ച മേജർ രവി 2002 പുനർജനി എന്ന സിനിമയുടെ സംവിധാന രംഗത്തേക്കെത്തി. പിന്നീട് കീർത്തി ചക്ര, കർമ്മയോധ, കാണ്ഡഹാർ, കുരുക്ഷേത്ര, മിഷൻ 90 ഡേയ്സ്, 1971 ബിയോണ്ട് ദി ബോർഡർ എന്നിങ്ങനെയുള്ള പട്ടാള സിനിമകൾ സംവിധാനം ചെയ്തു. ആർമിയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് തനിക്കുണ്ടായ അനുഭവങ്ങളാണ് അദ്ദേഹം പിന്നീട് അത്തരം സിനിമകൾ സംവിധാനം ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. 1971 ബിയോണ്ട് ദി ബോർഡർ എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാന രംഗത്തു നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു മേജർ രവി. ഓപ്പറേഷൻ റാഹത്ത് എന്ന സിനിമയുടെ സംവിധാനത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി അടുത്തിടെ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ ആർമി ഉദ്യോഗസ്ഥനായിരുന്നപ്പോൾ നേരിട്ട അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. SNG ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡ്യൂട്ടിയിലായിരുന്നു ഞാൻ. 1991 മെയ് 19 രാവിലെ 10 മണിക്കൊരു കോൾ വന്നു, രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടുവെന്ന്. ഉടൻ തന്നെ എൻ്റെ സീനിയേഴ്സിനെ വിളിച്ച് വിവരമറിയിച്ചു. ശേഷം സ്റ്റാഫ് ഓഫീസേഴ്സിനെയും വിവരമറിയിച്ചു. ശേഷം ഞാൻ റോയുമായി ബന്ധപ്പെട്ട് എയർക്രാഫ്റ്റിന് വേണ്ടിയുള്ള ഡിമാൻഡ് പുട്ടപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പല വിങ്ങുകൾക്ക് ഒരേ സമയം നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. 10 മിനിറ്റിനുള്ളിൽ SNGയുടെ അലേർട്ട് ടീം വണ്ടിയുമായി എയർപോർട്ടിലേക്ക് ഇറങ്ങും. 10 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം നടക്കാൻ കാരണം 50 പേരും തോക്കും കിറ്റും എല്ലാം ഏതു സമയത്തും ടീം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബസ്സിനുള്ളിലെ യാത്രയിലായിരിക്കും ഇവർ. വസ്ത്രം പോലും മാറി യൂണിഫോം ഇടുന്നത്. രാജ്യസുരക്ഷയ്ക്കായി ഏതു സമയത്തും അവർ തയ്യാറായി ഇരിക്കുന്നുണ്ടാവും എന്നാണ് പട്ടാളക്കാരുടെ പ്രവർത്തന രീതികൾ വിശദീകരിച്ച് മേജർ രവി പറഞ്ഞത്. എന്നാൽ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ മേജർ രവിക്ക് നേരെ പരിഹാസ കമൻറ്റുകളാണ് ഏറെയും വന്നത്. മേജർ രവി പട്ടാള കഥകൾ പറയുന്നത് കേൾക്കുമ്പോൾ പൊങ്ങച്ചമായി തോന്നുന്നു. പട്ടാളക്കാർ എല്ലാം മുഴുവൻ തള്ളാണല്ലേ എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. അതേസമയം ചിലർ മേജർ രവിയെ പിന്തുണച്ചും എത്തി. അദ്ദേഹം ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന മര്യാദയെങ്കിലും കമൻ്റ് എഴുതുമ്പോൾ കാണിക്കൂ എന്നാണ് മേജർ രവിയെ അനുകൂലിച്ച് എത്തിയവർ കുറിച്ചത്.